ഇന്ത്യ പാക് സംഘർഷങ്ങൾ ക്രിക്കറ്റിനെ ബാധിക്കുന്നത് ഇതാദ്യമല്ല. ബദ്ധവൈരികളെന്ന് എല്ലാ കാലത്തും വിശേഷിപ്പിക്കപ്പെട്ട പ്രതിഭകളാൽ നിറഞ്ഞ രണ്ട് ക്രിക്കറ്റിംഗ് രാജ്യങ്ങൾ. മിയാൻദാദിന്റെ തവളച്ചാട്ടവും ഇൻസമാമിനെതിരായ ബോഡി ഷെയ്മിങ്ങും പലപ്പോഴും പരസ്പരമുള്ള കളികളിൽ നിന്ന് പിന്മാറലുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മൈതാനത്ത് രണ്ട് ക്യാപ്റ്റന്മാർ ഹസ്തദാനം ചെയ്യാതെ മുഖം തിരിച്ചു നടക്കുന്നത്. കളിക്കളം കടന്ന് പോർക്കളത്തിലേക്ക് എത്തുന്ന കാഴ്ച കലാശപ്പോരാട്ടത്തിലേക്ക് എത്തിയപ്പോൾ കൂടുതൽ കടുത്തു. പോസ്റ്റ് മാച്ച് സെറമണിയിൽ കപ്പ് നൽകേണ്ടിയിരുന്നത് പാക് ആഭ്യന്തരമന്ത്രി കൂടിയായ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ മേധാവി മൊഹ്സിൻ നഖ്വി കപ്പ് വാങ്ങുന്നില്ലെന്ന് ഇന്ത്യ അറിയിച്ചു. ഫൈനലിൽ ടോസിന് മുൻപ് ഇന്ത്യൻ കമന്റേറ്റർ രവിശാസ്ത്രി പാക് ക്യാപ്റ്റനോട് സംസാരിക്കില്ലെന്ന് നിലപാടെടുത്തതോടെ ഇന്ത്യൻ ക്യാപ്റ്റനോട് സംസാരിക്കാൻ രവിശാസ്ത്രിയും സൽമാൻ ആഖയോട് സംസാരിക്കാൻ വഖാർ യൂനസും. ഏഷ്യ കപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും 3 വട്ടം മുഖാമുഖം വന്നതും വീറും വാശിയും കൂട്ടി. അതുകൊണ്ട് ഓരോ കളിയിലും അപ്രതീക്ഷിത ആയുധങ്ങളും കരുതി വെച്ചിരുന്നു ഇരു ടീമുകളും. ഇന്ത്യൻ ബൗളിങ്ങിനെ ഭയമില്ലാതെ നേരിട്ടതിന്റെ ആത്മവിശ്വാസത്തിൽ ബാറ്റ് തോക്കാക്കി ആഹ്ലാദ പ്രകടനം നടത്തിയ ഷാഹിബ് സാദ ഫർഹാൻ കലാശപ്പോരാട്ടത്തിലും തകർപ്പൻ പ്രകടനം പുറത്തെടുത്തു. എന്നാൽ ഇന്ത്യയുടെ തുറുപ്പുചീട്ടായ അഭിഷേക് ശർമ്മ പരാജയപ്പെടുകയും ചെയ്തു. പകരം പാക് നിരയ്ക്ക് തലവേദനയുണ്ടാക്കിയത് കളിക്കപ്പുറത്ത് സൗമ്യന്മാരായ തിലക് വർമ്മയും കുൽദീപ് യാദവും. ചുരുക്കത്തിൽ ഇന്ത്യ പാക് ക്രിക്കറ്റ് ഇനി പഴയതുപോലെയാകില്ല. ക്രിക്കറ്റ് ഫോർ പീസ് എന്ന് ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പറയാനുമാകില്ല.